ചേഞ്ചസ് ഉണ്ടാവണം, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ലഗുറഫ. ആ നരകത്തിൻ്റെ താക്കീതും പൊള്ളുന്നതാണ്, സ്വർഗത്തിൻ്റെ സുവിശേഷവും വളരെ ഹൃദ്യമാണ്. അത് രണ്ടും കൂടെ അങ്ങനെ കേട്ടപ്പോൾ ആ സ്വർഗത്തെപ്പറ്റി ഒരു വാക്ക് ഇങ്ങനെ പറയണം തോന്നുകയാണ്. അലിയാർ പറഞ്ഞു, റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ലഗുറഫ. സ്വർഗത്തിൽ ചില റൂമുകളുണ്ട്, ചില മുറികളുണ്ട്. സ്വർഗത്തിൽ സ്വർഗീയ മണിമാളികകളുടെ റൂമുകൾ. യുറാ ബുതൂനുഹാ മിൻ ദുഹൂരിഹാ വദുഹൂറുഹാ മിൻ ബുതൂനിഹാ. പുറത്ത് നിന്നാൽ അകം കാണാം, അകത്ത് നിന്ന് പുറത്തേക്കും കാണാൻ പറ്റും. ഇങ്ങനെയുള്ള റൂമുകൾ, അടിപൊളി റൂമുകൾ. നമ്മൾ അകത്താണുള്ളതെങ്കിൽ പുറം കാണാൻ പറ്റും, നമ്മൾ പുറത്താണുള്ളതെങ്കിൽ അതിൻ്റെ അകം കാണാനും പറ്റും. നമ്മുടെ റൂമിൻ്റെ കേട്ടോ, നമ്മുടെ റൂമിൻ്റെ നമ്മൾ പുറത്താണെങ്കിൽ അകം കാണാൻ പറ്റും. നേരെ മറിച്ച് വേറൊരാൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ അകം കാണാൻ പറ്റൂല. അത് മദ്ഹല്ല, അങ്ങനെ ഒരാളും താല്പര്യപ്പെടൂല. ആ പറഞ്ഞതിൻ്റെ അർത്ഥതാണ്, ഒരു പ്രത്യേക സംവിധാനമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങോട്ട് കാണൂല, അങ്ങോട്ട് കാണും എന്നർത്ഥം. ഇങ്ങോട്ട് കാണൂല, അങ്ങോട്ട് കാണും. ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചാൽ അങ്ങനെ ആയിരിക്കും. ഇങ്ങോട്ട് കാണാൻ പറ്റില്ല, അങ്ങോട്ട് കാണാൻ പറ്റും. രണ്ട് സ്ഥലത്ത് നോക്കിയാലും പുറത്തുനിന്ന് അകത്തുനിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണാൻ പറ്റും, പക്ഷെ ഇങ്ങോട്ട് കാണാൻ പറ്റൂല. ആളുടെ കണ്ണ് കാണാൻ നമുക്ക് പറ്റൂല, കറുത്തിട്ട് നിൽക്കണമുണ്ട്. അപ്പം എന്നതുപോലെയുള്ളൊരു സംവിധാനമാണ് സ്വർഗത്തിലെ, വല്ലാത്തൊരു സംവിധാനാട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇത് കണ്ട് കേട്ടപ്പോൾ ആവേശം മൂത്തിട്ട് ഒരറാബി ഇങ്ങോട്ട് എഴുന്നേറ്റു. അയാളിത് കേട്ടപ്പോൾ ആവേശത്തിമർപ്പിൽ സയ്യിദുനാ റസൂലുള്ളാഹിയോട് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്. അത്രയും സുന്ദരമായ കൊട്ടാരം അതാർക്കുള്ളതാണ് നബിയേ? അറാബികൾ അങ്ങനെ ചോദിക്കും. അവർക്ക് ഏറ്റവും രസമുള്ള വിഷയമായിരുന്നു ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഒരു സദസ്സിൽ പറഞ്ഞു, ഈ ദുനിയാവിലെടുത്ത പണിയൊക്കെ പണിയെടുക്കാൻ വേണ്ടിയല്ല, തിന്നാനും ജീവിക്കാനും വേണ്ടി പണിയെടുക്കേണ്ടി വന്നിട്ടല്ല, പക്ഷെ ഹോബിക്ക് വേണ്ടി നാളെ സ്വർഗത്തിലും ആ പണിയൊക്കെ ചെയ്യും. ഇപ്പം നമ്മളെ കൂട്ടത്തിലുണ്ടാവും ചില വാപ്പാർ, അവർക്ക് നേരം വെളുത്താൽ ഒരു തെങ്ങിൻ്റെ മുരട്ട ഇറങ്ങിയിട്ട് എന്തെങ്കിലും രണ്ട് കൊത്തു കൊത്താഞ്ഞാൽ അവർക്ക് റായത്താവില്ല. അത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, ഒരു രണ്ട് കൊത്തു കൊത്തിയെങ്കിലേ അവരുടെ അടങ്ങുള്ളൂ. അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അത് മനസ്സിനൊരു സമാധാനമാണ്, അല്ലാതെ അപ്പോൾ അതുകൊണ്ട് മല മറിഞ്ഞിട്ടല്ല, ഒന്നും കിട്ടിയിട്ടുമല്ല, അതൊരു സന്തോഷമാണ്. ചിലർക്ക് നേരം വെളുത്താൽ പീടികയിലൊന്ന് പോകണം, അതിലും ഒറ്റുവരവുണ്ടായി വലിയ വരുമാനം കിട്ടിയിട്ടൊന്നുമല്ല, അതൊരു ഏർപ്പാട്. അപ്പം എന്നതുപോലെ ചിലർക്ക് അധ്യാപനമായിരിക്കും, ചിലർക്ക് കച്ചവടമായിരിക്കും, ചിലർക്ക് കൃഷിയായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഹോബി ഉണ്ടാവും, സ്വന്തം താല്പര്യങ്ങളുണ്ടാവും. അപ്പം നബി തങ്ങൾ പറഞ്ഞു, കച്ചവടക്കാരവിടെ കച്ചവടം നടത്തും, കൃഷിക്കാരവിടെ കൃഷി ഇറക്കും. ഈ കൃഷിയൊക്കെ ഇറക്കുന്നത് ആ കൃഷി ഇറക്കിയിട്ട് എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ടല്ല, കൃഷി ഇറക്കുക എന്ന സന്തോഷം പങ്കിടാൻ വേണ്ടി മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അതാണ് പറഞ്ഞപ്പോൾ ഒരു അറാബി സദസ്സിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ, ഏതായാലും അങ്ങനെ ഒരു സ്വർഗത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ അതുമല്ല അൻസാരിയോ മുഹാജിറോ ആയിരിക്കും എന്ന് പറഞ്ഞു നബി തങ്ങളോട്. നബിയെ, അതുമല്ല അൻസാരിയോ മുഹാജിറോ ആയിരിക്കട്ടോ. മദീനത്തുള്ള അൻസാരി സഹോദരന്മാരോ മുഹാജിറുകൾ, മക്കത്ത് വന്ന മുഹാജിറുകളോ ആയിരിക്കും. ഞങ്ങൾ അറാബികൾ എന്തായാലും ആവില്ല, കാരണം ഞങ്ങൾക്ക് അറാബിയൊക്കെ ഇവിടുന്ന് തന്നെ മേലെ അനങ്ങാതെ തിന്നണം എന്നുള്ള നിലപാടുകാരാ. ഇന്ന് സ്വർഗത്തിൽ പോയിട്ട് ഞങ്ങൾ എന്തായാലും കൊത്താനും മാന്താനും ഒന്നും ഉണ്ടാവില്ല. തമാശ പറഞ്ഞതാണ്. അപ്പോൾ റസൂലുള്ളാഹി ചിരിച്ചു എന്നാ. റസൂലുള്ളാഹി ചിരിച്ചു. ഈ പറഞ്ഞത് അങ്ങനെ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് തിന്നാൻ പറ്റുള്ളൂ, വരുമാനം ഉണ്ടാവുള്ളൂ എന്ന് പറയാനല്ല, അതൊരു ഹോബിയാണ്. നിങ്ങൾക്കത് ചെയ്ത ആ ഒരു സന്തോഷവും മാനസിക സംതൃപ്തിയും കിട്ടാനാണ് എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തു. സ്വഹീഹ് മുസ്ലിമിലുണ്ട് അങ്ങനെ ഒരു ഹദീസ്. ഏതായാലും ഒരു അറാബി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്. ഇവർക്ക് വേണ്ടത് ഇതൊക്കെയാണ്, കൊട്ടാരും വലിയ പണിമാളികകളൊക്കെയാണ് ഇവർക്ക് വേണ്ടത്. ഈ അടിപൊളി സൗകര്യത്തെക്കുറിച്ച് കേട്ടപ്പം ഇത് എവിടെ നിന്നാണ്, ഇത് ആർക്കാ നബിയെ കിട്ടുക ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി അത് നമ്മളൊന്ന് കേൾക്കാം. നബി തങ്ങൾ പറഞ്ഞു, ഖാല ലിമൻ അതാബൽ കലാം വഅത്അമ അത്അം വസല്ലാ ലില്ലാഹി ബില്ലൈലി വന്നാസു നിയാം. 3 കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ഈ സ്വർഗീയ കൊട്ടാരം കിട്ടുക. ആരാ? ലിമൻ അതാബൽ കലാം, സംസാരം നന്നാക്കിയവൻ, നല്ല സംസാരം സംസാരിക്കുന്നവൻ.
അനങ്ങിയാൽ നായും പട്ടിയും പൊന്നിയും അല്ല പറയാ. മനുഷ്യരെ ചീത്ത പറഞ്ഞ് മാത്രമല്ല പരിചയം, ഗീബത്തും നമീമത്തും പറഞ്ഞ് നടക്കുന്നവനല്ല. ആളുകളൊക്കെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും, നല്ല സംസാരം മാത്രം, കഴമ്പുള്ളത് മാത്രമേ പറയുള്ളൂ, നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന മനുഷ്യൻ. നാവിനെ കാത്തു സൂക്ഷിക്കണം, എന്തെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ എന്നർത്ഥം. കലാമ് നന്നാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നാവിനെ കാത്തു സൂക്ഷിക്കണം. ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, കളവ് പറയരുത്, ആരോപണം ഉന്നയിക്കരുത്, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ലിമൻ അതാബൽ കലാം, കലാം നന്നാക്കണം. പിന്നെന്താ വേണ്ടത്? 2 വഅത്അമത്ത്വാം, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ടാവും. ഇവിടെ എങ്ങനെ ക്യാൻറ്റീൻ സിസ്റ്റം അതോ പെരേ പോലെ ക്യാൻറ്റീൻ സിസ്റ്റം? അപ്പോൾ ആ ക്യാൻറ്റീനിലേക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കും, ഓഫർ ചെയ്യും, അരി ഓഫർ ചെയ്യും, ഇറച്ചി ഓഫർ ചെയ്യും, മീൻ ഓഫർ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യല്ലേ? മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വലിയ കൂലിയുള്ള കാര്യമാണ്. അള്ളാഹു നമുക്കൊക്കെ ഭക്ഷണം തന്ന കുറേ ഉമ്മമാർ ഉപ്പമാർ പലരും ഖബറിലാണ്. യാ അല്ലാഹ്, അവരുടെ ഖബർ നീ വെളിച്ചാക്കി കൊടുക്കണേ അല്ലാഹ്, അവർക്ക് സന്തോഷം നൽകണേ അല്ലാഹ്, അവർക്ക് റാഹത്ത് നൽകണേ അല്ലാഹ്. ഭക്ഷണം കൊടുക്കണം. പഴയ കാലത്തൊക്കെ ഒരു മുതഅല്ലിം സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാവുമായിരുന്നു, നല്ലൊരു കാര്യമാണ്. വഅത്അമത്ത്വാം, സ്വന്തം കുടുംബത്തിന് കൊടുക്കാം, പുറത്തുള്ളവർക്കും കൊടുക്കാം. പുറത്തുള്ളവർക്ക് കൊടുക്കുമ്പം ഈ പറഞ്ഞത് കൃത്യമായിട്ട് ശരിയാവുകയാണ്. മറ്റ് ബാധ്യത എന്ന നിലക്കാണ് ചെയ്യുന്നത്. പക്ഷെ ആ കൊടുക്കലിന് കൂടുതൽ കൂലിയുണ്ട്, പക്ഷേ പുറത്തേക്കും കൊടുക്കണം. രാത്രി സമയത്ത് ജനങ്ങളൊക്കെ കൂർക്കം വലിച്ചുറങ്ങുമ്പം ഇവൻ എഴുന്നേറ്റിട്ട് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാം. സുബഹിന് മുമ്പ് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നതിനെ പറ്റി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ ഈ പ്രതിഫലം കിട്ടും, ഈ മണിമാളിക കിട്ടും. രാത്രി ഉറങ്ങിയിട്ട് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക. വന്നാസുനിയാം, ജനങ്ങളൊക്കെ കൂർക്കം വലിച്ചുറങ്ങുമ്പം നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണിപ്പോൾ അവസ്ഥ? ഒരു ഉസ്താദ് ചോദിച്ചത്രേ, എന്താ നിങ്ങളുടെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? റാഹത്ത് തന്നെയല്ലേ? നിസ്കാരവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോകുന്നില്ലേ? പണ്ടൊരാൾ പറഞ്ഞതുപോലെ നിസ്കരിച്ചോ നോമ്പ് വിറ്റോ എന്ന് ചോദിക്കാൻ ആളുണ്ട്, കഞ്ഞി കുടിച്ചോ എന്ന് ചോദിക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആകാൻ പാടില്ല, നമ്മൾ ചോദിക്കണം. ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ നമ്മൾ നന്നായിട്ട് ചേർത്ത് പിടിക്കണം. ഏതായാലും ഇയാളോട് ചോദിച്ചു, അല്ല ചിട്ടവട്ടങ്ങളൊന്നും പിഴച്ചിട്ടില്ലല്ലോ, കൃത്യമായിട്ട് പോകുന്നില്ലേ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആ ഉസ്താദ് എന്നോട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നിയത്. ഇയാളോട് പറഞ്ഞപ്പോൾ പറഞ്ഞത്രേ, ഞാൻ പിന്നെ നേരത്തെ അങ്ങ് എഴുന്നേൽക്കും ഉസ്താദേ എന്ന് പറഞ്ഞു. ഞാനൊരു 3 മണിക്ക് അങ്ങ് എഴുന്നേൽക്കും, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുറേ നേരത്തെ അങ്ങ് എഴുന്നേൽക്കും. എന്നിട്ട് ഞാൻ എൻ്റെ സങ്കടങ്ങൾ എല്ലാം അങ്ങേരോടങ്ങ് പറയും. അയാളുടെ ഭാഷയാണ്, അങ്ങേരോടങ്ങ് പറയും. കാരണം ഇയാൾ പറയണം, കുറച്ച് കഴിഞ്ഞാൽ അങ്ങേര് തിരക്കിലാവും, എല്ലാവരും എണീച്ച് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇയാൾ പുതുവിശ്വാസി ആയതുകൊണ്ട് അങ്ങനെ പറയണത്. നമ്മളെ വിശ്വാസമല്ല ഈ പറഞ്ഞത്. കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ. അള്ളാഹ്ക്ക് ബിസിയാണ് എപ്പോഴും, പക്ഷേ അള്ളാഹു തആലക്ക് ഏതില്ല, എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളെ ശ്രദ്ധിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവില്ല. ശ്രദ്ധിക്കാൻ പറ്റും. അള്ളാഹുവിനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചോദിച്ചാലും അവരുടെ ഓരോരുത്തരുടെയും ചോദ്യം വേർതിരിച്ചറിയാൻ കഴിയും. പക്ഷേ ഇയാൾ പുതുവിശ്വാസി ആയതുകൊണ്ട് അയാൾക്ക് അള്ളാഹിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് അത്രയൊക്കെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പം അയാൾ പറഞ്ഞതാണ്, ഞാൻ പറയണത്, അയാൾ ആ പറഞ്ഞതിൽ ഞമ്മക്ക് പകർത്താൻ പറ്റിയൊരു വലിയ സംഭവമുണ്ട്. ഇയാൾ പറയാണ്, എല്ലാവരും എഴുന്നേറ്റ് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ പഠിച്ചോൻ തിരക്കിലാവും, അപ്പോൾ ഒഴിവുള്ള നേരം നോക്കി ഞാനാട് പറയലാണെന്ന്, എൻ്റെ കാര്യം ഞാൻ ഒറ്റക്കാട് പറയലാണ്. അപ്പം എന്തായാലും അങ്ങേര് കേൾക്കുമല്ലോ എന്ന് ഞാൻ പറയണത്. ജൗഫുല്ലയിലുള്ള ദുആ അള്ളാഹ് കേൾക്കും. കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് തിരക്കാകുന്നുള്ള അർത്ഥത്തിലല്ല, അത് നമ്മുടെ അഖീദക്കെതിരാണ്. അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയാം. പിന്നെ എന്തേ? മറ്റുള്ളവരൊക്കെ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ഒരടിമ മാത്രം എഴുന്നേറ്റിട്ട്, റബ്ബേ എന്നെ നരകത്തെ തൊട്ട് കാക്കണേ, എനിക്ക് സ്വർഗം തരണേ, എന്നെയും എൻ്റെ മക്കളെയും പരലോകത്ത് നന്നാക്കി തരണേ എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവനെ പ്രത്യേകം ഒന്നും ശ്രദ്ധിക്കൂലേ? ശ്രദ്ധിക്കും. വസല്ലാ ലില്ലാഹി ബില്ലൈലി വന്നാസു നിയാം.